പ്രകൃതിയിൽ നടക്കുന്ന ഇത്തരം ദുരന്തങ്ങളെല്ലാം ഉരുൾപൊട്ടലുകളാണെങ്കിലും മഴക്കെടുതികളാണെങ്കിലും ഭൂകമ്പങ്ങളാണെങ്കിലും വിള്ളലുകളാണെങ്കിലും എല്ലാം മനുഷ്യന്റെ നിസ്സാരതയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുകയാണ്. അല്ലാഹു ആകുന്ന സൃഷ്ടാവിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. സൃഷ്ടാവായ റബ്ബ്, ആ റബ്ബിന്റെ അധികാരത്തിന്റെ പരിധിയിലാണെല്ലാം. മനുഷ്യൻ വളരെ നിസ്സാരനാണ്, നിസ്സഹായനാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ കഴിവുള്ളവനല്ല. മനുഷ്യൻ പുറമേ കാണുന്ന കഴിവുകളോ വീമ്പുകളോ ഒന്നും സൃഷ്ടാവിന്റെ വിധിയെത്തിയാൽ അതിനെ തടുത്തു നിർത്താൻ പറ്റുന്നതല്ല. ഈ ചിന്ത എപ്പോഴും നമ്മുടെ കൽബിൽ ഉണ്ടാകേണ്ടതുണ്ട്. നാം വളരെ നിസ്സാരരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിജാലങ്ങളിൽ വളരെ നിസ്സാരമായി പടയ്ക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മുടെ കൽബിൽ ഉണ്ടാകേണ്ട ചിന്തകളിൽ ഒന്ന്, നാം തെറ്റിലേക്ക് പോകാതിരിക്കാൻ, നമ്മുടെ മക്കൾ തെറ്റിലേക്ക് പോകാതിരിക്കാൻ, നമ്മുടെ കുടുംബം തെറ്റിലേക്ക് പോകാതിരിക്കാൻ അവരെ പഠിപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ നാം ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യേണ്ട ചിന്തകളിൽ ഒന്നാണ്, ഒരു സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം വന്നു ചേർന്നാൽ നമ്മളെല്ലാവരും മടങ്ങിപ്പോകുമെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് ജീവന്റെ തുടിപ്പുള്ളതെല്ലാം കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന സൃഷ്ടാവിന്റെ വിധി വന്നാൽ മരണത്തെ രുചിച്ചറിയാനുള്ളതാണ് ഈ ജീവജാലങ്ങളെല്ലാം. നാം ഓരോരുത്തരും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യും. നമ്മെ തേടി മലക്കുൽ മൗത്ത് വരും. ഒരു ദിവസം നമ്മുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് പോകാം, ഈ ദുനിയാവിലെ ജീവിതം മതിയാക്കൂ എന്ന് പറയുന്ന ഒരു സന്ദർഭം നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിന് നമ്മുടെ പ്രായം, നമ്മുടെ സമയം, നമ്മുടെ കുടുംബം, നമ്മുടെ സൗകര്യങ്ങൾ ഇതൊന്നും ഒരു തടസ്സമല്ല. നമുക്കെപ്പോഴും അറിയുന്നതും പറയുന്നതുമാണ്, നമ്മുടെ മുമ്പിലേക്ക് മലക്കുൽ മൗത്ത് വരുന്നൊരു ദിവസമുണ്ട്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വക്കില ബികും ثم إلى ربكم ترجعون. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അരികിലേക്ക് നമ്മെ മടക്കി വിളിക്കുന്നൊരു ദിവസമുണ്ട്. നമുക്ക് പോകാനുള്ളൊരു സമയമുണ്ട്. അന്ന് മലക്കുൽ മൗത്ത് നമ്മുടെ അരികിലേക്ക് വരും. മലക്കുകൾ വന്നുകൊണ്ടുവരൂ, ഈ ദുനിയാവിലെ ജീവിതം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ആ പറയുന്ന നേരം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കൽബിൽ എപ്പോഴും ഉണ്ടാകേണ്ട വിചാരമാണ്, നമ്മുടെ കുടുംബങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ട വിചാരമാണ്, നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് തിരിച്ചു പോകുന്നൊരു ദിവസം. ആ ദിവസത്തെ ഓർത്ത് ഭയപ്പെടണമെന്ന് നാം ഓരോരുത്തരും നമ്മെ ഉപദേശിക്കേണ്ടവരാണ്. നമ്മുടെ കുടുംബങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടവരാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാനരായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസ് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അജല് വന്നു ചേർന്നാലോ, അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മുടെ റൂഹെടുക്കാൻ വന്നു ചേർന്നാലോ, സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രംഗം പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയില് സ്വഹാബത്ത് പറയുകയാണ്, ഒരു മനുഷ്യന്റെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ എത്ര ശ്രദ്ധയോടെയാണ് അയാൾ ഇരിക്കുന്നത്, അത്രയേറെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ഞങ്ങൾ നബി തങ്ങളുടെ ചാരത്തിരിക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾക്ക് വിശാലമായി നബി തങ്ങൾ ഉപദേശം തരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മരണത്തെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഒരു നല്ല മനുഷ്യൻ ഭൂമിയിൽ നിന്ന് വിട പറയുന്ന നേരം വന്നാൽ, ജീവിതത്തിന്റെ അന്ത്യമടുത്താൽ
പരലോകത്തേക്കുള്ള പ്രവേശന കവാടത്തിലേക്ക് അവന്റെ പ്രവേശന കവാടത്തിലേക്ക് കയറാൻ നേരമായാൽ അതേ സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന മുഖമുള്ള മാലാഖമാർ അല്ലാഹുവിന്റെ മലക്കുകൾ അവന്റെ അരികിലേക്ക് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യനെ പോലെ തിളക്കമുള്ള പ്രശോഭിക്കുന്ന വെളുത്ത മുഖമുള്ള മാലാഖമാരവന്റെ അരികിലേക്ക് വരികയാണ്. അവരുടെ കൈകളിൽ സ്വർഗത്തിന്റെ കഫൻ പുടവകളുണ്ട്. സ്വർഗത്തിന്റെ സുഗന്ധം അവരുടെ കൈകളിലുണ്ട്. തന്റെ കണ്ണെത്തും ദൂരം വരെ നിറഞ്ഞു നിന്നുകൊണ്ട് ആകാശത്തു നിന്ന് താഴോട്ട് വരി വരിയായി നിന്നുകൊണ്ട് മലക്കുകൾ വരുന്നു. അവരുടെ മുന്നിൽ അവരുടെ നേതാവ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം, മഹാനരായ അസ്റായീൽ അലൈഹിസ്സലാം വന്നിരിക്കുകയാണ്. സ്വാലിഹായ ഒരു മനുഷ്യന്റെ ചാരത്ത്, ഭൂമിയിലെ ജീവിതം അവസാനിക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ ചാരത്ത് അവന്റെ തലയുടെ ഭാഗത്ത് വന്നിരുന്നു കൊണ്ട് പറയും, ഓ അല്ലാഹുവിൽ തൃപ്തിയടഞ്ഞ ആത്മാവേ വരൂ, എന്റെ കൂടെ വരൂ, പാപമോചനത്തിലേക്ക് വരൂ, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് വരൂ. ഓ പ്രിയപ്പെട്ട ആത്മാവേ എന്റെ കൂടെ വരൂ. സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം വിളിക്കുന്ന നേരത്ത് നല്ല മനുഷ്യന്റെ ആത്മാവ് കൂജയിൽ നിന്ന് വെള്ളമൊഴുകി വരുന്നത് പോലെ അതാ ശരീരത്തു നിന്നിറങ്ങി സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഒരു കൂജ ഇങ്ങനെ കമഴ്ത്തിയാൽ അതിൽ നിന്ന് വെള്ളം വീഴുന്നത് പോലെ ഒരു തടസ്സവും ഇല്ലാതെ ആ ആത്മാവ് മഹാനരായ അസ്റായീലിന്റെ അരികിലെത്തുകയാണ്. അസ്റായീലിന്റെ ചാരത്തെത്തുന്ന നേരത്തോ സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം ആത്മാവിനെ സ്വീകരിക്കുകയാണ്. ഇറങ്ങി വന്ന ആത്മാവിനെ സ്വീകരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധം പൂശിയ കഫൻ പുടവയിലാണ്. സുഗന്ധം പൂശി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ പുടവ, സുഗന്ധം പൂശി അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ പുടവയിൽ നമ്മുടെ ആത്മാവിനെ, റൂഹിനെ പൊതിയുകയാണ് സയ്യിദുനാ അസ്റായീൽ. ആ ആത്മാവിനെ പൊതിഞ്ഞെടുക്കുന്ന നേരം അതിന്റെ പരിമളം ആകാശം മുട്ട ഉയരുകയാണ്. അതിന്റെ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവയിൽ പൊതിഞ്ഞ ആത്മാവ് ആ റൂഹിന്റെ സുഗന്ധം ഇങ്ങനെ കേൾക്കുന്ന നേരത്ത് ആ റൂഹ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന റഹ്മത്തിന്റെ മലക്കുകളുടെ ചോദ്യം വരികയാണ്, ആരാണിയാൾ? ഇതാരുടെ റൂഹാണ്? ഇതാരുടെ റൂഹാണ്? ഇത് ഫുലാൻ ഇബ്നു ഫുലാൻ. നമ്മുടെ വാപ്പയുടെ പേരുകൂടി ചേർത്തുകൊണ്ട് പറയും, ഇത് ഇന്നാലിന്ന സ്ഥലത്തെ ഇന്ന മനുഷ്യന്റെ റൂഹാണ്, ഇത് ഇന്നാലിന്ന സ്ഥലത്തെ ഇന്ന ആളുടെ മകന്റെ റൂഹാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാന്മാരായ മലക്കുകൾ, ആ മലക്കുകളുടെ കൈകളിൽ സുഗന്ധം വമിക്കുന്ന റൂഹ് ആകാശത്തിന്റെ തട്ടുകൾ കയറി കയറി പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നല്ല മനുഷ്യന്റെ ആത്മാവ് സ്വീകരിക്കുന്ന ഒരു സമയം മഹാന്മാരായ മലക്കുകൾ പോലും ചോദിക്കും, എത്ര സുഗന്ധമുള്ള റൂഹാണിത്, ഈ റൂഹ് എവിടെ നിന്നാണ്, ആരുടേതാണ്? ഇത് ഇന്നയാളുടെ മകൻ ഇന്ന സ്ഥലത്ത് ജീവിച്ച ഇന്നാലിന്ന വ്യക്തിയുടെ റൂഹാണെന്ന് സയ്യിദുനാ അസ്റായീൽ പറയുമെന്നും ഏഴാൻ ആകാശം വരെ അതിങ്ങനെ കടന്നു പോകുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ ഒരു മറുഭാഗം കൂടി ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്. സുദീർഘമായ ഹദീസിന്റെ അവസാന ഭാഗം ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്,
അള്ളാഹു ഇഷ്ടപ്പെട്ട മനുഷ്യരുടെ റൂഹ് ഇങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് പോകുന്നതെങ്കിൽ, അള്ളാഹുവിനെ പൊരുത്തപ്പെടാത്ത ജീവിതം നയിച്ച ആളുകളില്ലേ, അവരെ മലക്കുകൾ മർദ്ദിച്ചുകൊണ്ടാണ് പോകുന്നത്. അൽ മലായികത്തു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖൂ അദാബൽ ഹരീഖ്. അള്ളാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ മരണത്തിന്റെ വെപ്രാള സമയം മഹാന്മാരായ മലക്കുകളുടെ പീഡനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടാണ് അള്ളാഹുവിനെ പൊരുത്തപ്പെടാത്ത മനുഷ്യന്റെ റൂഹ് ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോവുക. പരിശുദ്ധമായ ഖുർആൻ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നമുക്കത് പറഞ്ഞു നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ പിടികൂടുന്ന രംഗം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇതിനെല്ലാം നിഷേധിച്ചു കളഞ്ഞ മനുഷ്യനില്ലേ, നാളെ ഒരു ജീവിതമുണ്ടെന്ന്, അല്ലാഹു തആല മരണത്തിനു ശേഷം വലിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന്, ദുനിയാവിലെ ജീവിതം വെറും നശ്വരമായ ജീവിതമാണ് ദുനിയാവിലേതെന്ന്, നൈമിഷികമായ നിമിഷങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞപ്പോഴെല്ലാം പുച്ഛിച്ചു തള്ളിയ മനുഷ്യരില്ലേ, ഇതിനെല്ലാം അവിശ്വസിച്ച ആളുകളില്ലേ, അതെല്ലാം കളിയാണെന്ന് പറഞ്ഞവരില്ലേ, തമാശയാണെന്ന് പറഞ്ഞു ചിരിച്ചു തള്ളിയവരില്ലേ, അറിഞ്ഞോ അവരുടെ അടുക്കലേക്ക് വരും. ആരാണ് വരുന്നത്? സയ്യിദുനാ അസ്റായീൽ. പരുപരുത്ത കരിമ്പടവും കൊണ്ട് കറുത്തിരുണ്ടുപോയ കുറെ രൂപങ്ങൾ മലക്കുകൾ ഇറങ്ങി വരികയാണ്. അവരുടെ രൂപം കറുത്ത് ഇരുണ്ടുപോയ രൂപമാണ്. ആരും കണ്ടാൽ ഭയപ്പെടുന്ന രൂപത്തിൽ കയ്യിലുള്ളതോ കരിമ്പടങ്ങളാണ്. ആ കരിമ്പടവുമായവർ വരും. അതേ നേരത്തെ വന്നതുപോലെ ആകാശത്തു നിന്ന് താഴോട്ടവർ വരി നിൽക്കും. അവരുടെ നേതാവായ മലക്കുൽ മൗത്ത് വരും, അവന്റെ തലയുടെ ഭാഗത്തിരിക്കും. എന്നിട്ട് വലിയ ശബ്ദത്തിലാണ്, ആരും പേടിച്ചു പോകുന്ന ശബ്ദത്തില് സയ്യിദുനാ അസ്റായീൽ വിളിക്കും, ഓ ദുനിയാവിൽ അഹന്ത കാണിച്ചു നടന്ന, അല്ലാഹുവിനെ ധിക്കരിച്ചു നടന്ന മനുഷ്യ, ഇറങ്ങി വരൂ, ഇറങ്ങി വരൂ. സയ്യിദുനാ അസ്റായീലിന്റെ കോപവും ദേഷ്യവും ശബ്ദവും കേൾക്കുമ്പോ മനുഷ്യന്റെ റൂഹ് ഉള്ളിലേക്ക് മാറുകയാണ്. അസ്റായീലിന്റെ പിടിയിലകപ്പെടാതിരിക്കാൻ മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് വെള്ളമൊഴിച്ചു കൊടുത്തതുപോലെ ഇറങ്ങിച്ചെന്നെങ്കില് അതാ ഇതിനെല്ലാം നിഷേധിച്ചു തള്ളിയവന്റെ റൂഹ് ഉള്ളിലേക്ക് വലിയുകയാണ്. ആ നേരത്തോ തന്റെ കയ്യിലുള്ള മരണത്തിന്റെ കൊളുത്തുകൾ കൊണ്ട് പഞ്ഞിക്കെട്ടിലേക്ക് ഇട്ടു വലിച്ചെടുക്കുന്നത് പോലെ ശരീരത്തിന്റെ ഉള്ളിലെ റൂഹിനെ വലിച്ചെടുക്കും സയ്യിദുനാ അസ്റായീൽ. വലിച്ചു പറിച്ചെടുത്ത ആ റൂഹിനെ നരകത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കഫൻ പുടവയിൽ ചേർത്ത് വെക്കുകയാണ്. നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന കരിമ്പടത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോഴോ അതിൽ നിന്ന് വലിയ ദുർഗന്ധമുയരുകയാണ്. എല്ലാവരും ആ ദുർഗന്ധം അനുഭവിക്കുന്ന നേരം മലക്കുകൾ ചോദിക്കും, ഇതെന്തൊരു നാറ്റമാണ്, ഇതാരുടെ റൂഹാണ്? പറയും മലക്കുകളെ, ഇത് അല്ലാഹുവിനെ ധിക്കരിച്ചു നടന്ന മനുഷ്യന്റെ റൂഹാണ്. ദുനിയാവിൽ ഖൈറാത്തുകൾ ചെയ്യാത്തവന്റെ റൂഹാണ്, നന്മ ചെയ്യാത്തവന്റെ റൂഹാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർക്കാതെ പടച്ചവനെതിരെ പ്രവർത്തിച്ചവന്റെ റൂഹാണ്. അവൻ ആകാശം തുറന്നു കൊടുക്കുകയില്ല, അവന് സ്വർഗവും ഇല്ല. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി തരുകയാണ്. ഈ രണ്ട് നിലയിലാണ് മനുഷ്യന്റെ റൂഹ് ദുനിയാവിൽ നിന്ന് വിട പറയുന്നത്. ഒന്ന്, മഹാന്മാരായ മലക്കുകൾ വന്നുകൊണ്ട് സന്തോഷത്തോടെ കൊണ്ടുപോകും. രണ്ടാമത്തേത്, വലിച്ചു പറിച്ചെടുത്ത് നരകത്തിന്റെ കരിമ്പടത്തിൽ കെട്ടിക്കൊണ്ടുപോകും. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഒരു ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാനുള്ളതാണ് എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും മറന്നുപോവാണ്. എല്ലാവരും മരിക്കും, ഞാൻ മരിക്കില്ല എന്നാണ് പല ആളുകളുടെയും ആലോചന. എത്ര പ്രായമായാലും എനിക്കിനിയും സമയമുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയല്ല. ഭൂമിയിലേക്ക് ജനിച്ചു വീണ സമയം മുതൽ നാം മരണത്തെ അന്വേഷിക്കുകയാണ്.
മരണം നമ്മെയും അന്വേഷിക്കുകയാണ്. നാം മരണത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ദുനിയാവിൽ പിറന്നു വീണ സമയം മുതൽ നാം മരണത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. നിർബന്ധമായും തീർച്ചയായും നാം മരണത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതിന്റെ പിടിയിൽ നിന്ന് നാം രക്ഷപ്പെട്ടു പോവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അചഞ്ചലമായ ഖളാ വന്നു ചേർന്നാൽ എനിക്കിനിയും സമയമുണ്ട് എന്നൊന്നും ആരും വിചാരിച്ചു പോകരുത്. എത്രയോ ആളുകൾ നമ്മെക്കാൾ പ്രായം കുറഞ്ഞവർ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു. നമ്മുടെ പ്രായമുള്ള എത്രയോ ആളുകൾ ഈ ഖബർസ്ഥാനുകളിൽ കിടക്കുന്നു. എത്രയോ കുട്ടികൾ, ചെറുപ്പക്കാർ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാൻ പ്രായമുണ്ട് എന്ന് കരുതരുത്. അല്ലാഹുവിലേക്ക് മടങ്ങുന്നൊരു ദിവസം വരിക തന്നെ ചെയ്യും. അത് ഉറപ്പായ കാര്യമാണ് എന്ന് നമ്മുടെ കൽബിൽ വേണം. ആ സമയം എന്നെ മലക്കുൽ മൗത്ത് കൊണ്ടുപോകേണ്ടത് സ്വർഗത്തിന്റെ കഫൻ പുടവയിലാകണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിന് നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അല്ലാഹുവിനെ സ്മരിക്കുന്നവരാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റോടെ ഒരാളുടെ ജീവിതം അവസാനിച്ചാൽ ദഖലൽ ജന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം കഴിഞ്ഞിട്ടൊരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ സമയം കിട്ടാത്ത നമുക്ക് മലക്കുൽ മൗത്തിനെ കാണുന്ന നേരം അത് ചെല്ലാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? നിസ്കാരം കഴിഞ്ഞിട്ടൊരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ കഴിയാത്ത നമുക്ക് മലക്കുൽ മൗത്തിനെ കാണുന്ന ഭീകരമായ രംഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളുടെ മരണം അത് എത്ര നല്ല മരണമാണ്. മഹാന്മാരായ മലക്കുകൾ അവരുടെ അരികിലേക്ക് വരും. തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കലേക്ക് വരും. ആരാണ് അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾ? അല്ലാഹുവിനെ റബ്ബായി വിശ്വസിച്ചുകൊണ്ട് ആ ദീനിൽ അടിയുറച്ചു ജീവിച്ചു നിന്ന ആളുകൾ, ഇസ്തിഖാമത്തോടുകൂടി അടിയുറച്ചു ജീവിച്ച ആളുകൾ അവരുടെ അരികിലേക്കാണ്. അല്ലാതെ 4 പ്രസംഗം കേട്ടപ്പോ ആശയം മാറി, ഏതോ ലേഖനം വായിച്ചപ്പോ വിശ്വാസം മാറി. ഇന്നത്രയോ ചർച്ചകൾ നമ്മുടെ ഇടയിൽ നടക്കുന്ന കാലമാണ്. നമ്മുടെ മുൻഗാമികൾ വിശ്വസിച്ച ആശയത്തിൽ അടിയുറച്ചു നിൽക്കൂ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. ഇസ്തിഖാമത്തോടെ ഉറപ്പിച്ച് പിടിച്ച് ജീവിച്ച മനുഷ്യരില്ലേ, അവരുടെ മലക്കുകൾ വരും. അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്ന, അവിടെ മഹാന്മാരായ മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതൊരു വല്ലാത്ത മരണമാണ്. പേടിക്കല്ലേ, ഭയപ്പെടല്ലേ. വീട് വിട്ട്, നാട് വിട്ട്, മക്കളെ വിട്ടു പോകുന്നതിന്റെ ഒരു ഭയം എല്ലാവരിലും കാണും. അവർ സ്വർഗം കാണിച്ചു കൊടുക്കും. സ്വർഗം അങ്ങ് കാണുമ്പോൾ ദുനിയാവിലുള്ളതെല്ലാം മറന്നുപോകും. ദുനിയാവിലെ മക്കളെയും കുടുംബങ്ങളെയും മറന്നുപോകും. സ്വർഗത്തിന്റെ രംഗമങ്ങ് കാണുമ്പോൾ ചുറ്റുമുള്ളതെല്ലാം അങ്ങ് മറന്നുപോകും. അറിയാതെ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉടനെ അവന്റെ റൂഹെടുക്കും സയ്യിദുനാ അസ്റായീൽ. സ്വർഗം അങ്ങ് കാണുമ്പോ ചിരിച്ചു പോകും. അതാണ് മരണത്തിന്റെ സമയത്ത് ചില ആളുകളുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി. മഹാന്മാരായ ഉസ്താദുമാരുടെ മരണസമയത്തെ രംഗങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദിന്റെ ജനാസ എടുക്കുന്ന രംഗം കാണുമ്പോ എത്ര മൊബൈൽ ഫോണുകളിലാണ് നമ്മൾ കണ്ടത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. അതെ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. സ്വർഗം കാണുമ്പോ എല്ലാം മറന്നുപോയി. മൊബൈല് കിട്ടിയ കുട്ടി അവന്റെ അരികിൽ നടക്കുന്ന ഒന്നും കാണുന്നില്ല, എല്ലാം മറന്നുപോയി. കയ്യിലേക്ക് ഈ സാധനം കിട്ടിയപ്പോ സ്വർഗമങ്ങ് കാണുമ്പോ അല്ലാ ഇതെന്തൊരു കാഴ്ചയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മതി മറന്നു പോകും മുഅ്മിനായ മനുഷ്യൻ. അല്ലാഹു അത്തരത്തിൽ മരണപ്പെടാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ മരിച്ചാലാണ് നാളെ നമുക്ക് ഉപകാരപ്രദമായ തരത്തിൽ അല്ലാഹുവിങ്കലേക്ക് എത്തിച്ചേരാൻ കഴിയുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുനിയാവ് ഇവിടെ നിന്ന് നീങ്ങിപ്പോകാനുള്ളതാണ്. നമ്മളെല്ലാം ഈ അപകടങ്ങൾ, ദുരന്തങ്ങളെല്ലാം അത് പഠിപ്പിക്കുന്നു. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ കവിതകളിൽ ഒരു ഭാഗത്ത് കാണാം,
ദുനിയാവിന്റെ കെട്ടുപാടുകളൊക്കെ കാലക്കെടുതികൾക്ക് വേണ്ടിയുള്ളതല്ലേ എന്ന് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇവിടെ സുൽത്താൻമാരുണ്ടാക്കിയ കൊട്ടാരങ്ങൾ ബാക്കിയായില്ലേ? ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വെച്ച് മഴയിലും കാറ്റിലും ഒക്കെ ഉലഞ്ഞു പോകാൻ, കാലങ്ങൾ കഴിയുമ്പോൾ നശിച്ചു പോകാനുള്ളതല്ലേ? എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുകയാണ്, ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി കാന ഖബ്ലൽ മൗതി ബാനിഹാ. മരണപ്പെടുന്ന മനുഷ്യ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വചനമാണ്. മരിക്കുന്ന മനുഷ്യർക്ക് ഭവനമില്ല, മരിച്ചു പോകുന്ന ആളുകൾക്ക് ഭവനമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയുമോ? അവൻ ദുനിയാവിൽ വെച്ച് നിർമ്മിച്ചു വെച്ച ഭവനമല്ലാതെ അവന് കിട്ടാനില്ല. നമ്മളൊക്കെ ദുനിയാവിൽ വീടുകൾ വെച്ചിട്ടുണ്ട്, വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആലോചിച്ചു നോക്കൂ, ആഖിറത്തിൽ ഇതുവരെ ഒരു ഭവനം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപോക്കരായി ജീവിക്കണമെന്ന് പഠിപ്പിച്ച ഈ ദുനിയാവിൽ നമ്മൾ നമ്മുടെ ഭവനങ്ങളെ സുരക്ഷിതമാക്കി. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ വാക്കാണ്, മരിച്ചു പോകുന്ന ആളുകൾക്ക് ഭവനമില്ല, ദുനിയാവെന്ന് അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ അവന് ഭവനമില്ലെന്ന് സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഫഇൻ ബനാഹാ ബിഖൈരിൻ ത്വാബ മസ്കനുഹാ. ആരെങ്കിലും നല്ല ഖൈറായ നിലയിൽ അവിടെ ഭവനം പണിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവന് സ്വാഗതം. അങ്ങനെയല്ല, ഷർറായ നിലയിലാണ് അവൻ പണിഞ്ഞൊപ്പിച്ചു വെച്ചിട്ടുള്ളതെങ്കിൽ അവനേക്കാൾ നാശമായി പോയവനില്ലെന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അപ്പൊ അങ്ങോട്ട് ചെന്നാൽ അവിടെ വീട് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് പോകണം, അവിടെ വെളിച്ചം വേണമെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് പോകണം. അതുകൊണ്ടല്ലേ തഴവ ഉസ്താദ് പറഞ്ഞത്, പരിശുദ്ധമായ ഖബറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഫഖറിന്റെ വീടാണ് ഇതും അതുകൊണ്ട് വന്നോ വരുമ്പോൾ നല്ല നിധിയും കൊണ്ട്. ഇരുളിന്റെ വീടാണ് ഇത് അതുകൊണ്ട് വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട്. ഖബറിലേക്ക് ചെല്ലുമ്പോ അത് ഞെരുക്കത്തിന്റെ വീടാണ്, ഇരുട്ടിന്റെ വീടാണ്. വെളിച്ചം വേണോ നീ കൊണ്ടുവരണം, വിശാലത വേണോ നീ ആലോചിച്ച് തീരുമാനിച്ചു വരണം. അവിടെ എന്ത് സൗകര്യം വേണമെങ്കിലും ഇതിന്റെ പുറത്തു നിന്ന് ആലോചിച്ചിട്ട് അവിടെ ഒപ്പിക്കണം, എന്നാലല്ലാതെ അവിടെ കിട്ടാനില്ല. അതുകൊണ്ട് ദുനിയാവിലെ ജീവിതം അതെപ്പോഴും അവസാനിച്ചു പോകാമെന്ന ചിന്ത നമ്മുടെ കൽബിൽ വേണം. ഞാൻ മരിക്കില്ല എന്ന ചിന്ത വരരുത്, ഒരാളിലും ഉണ്ടാകരുത്. ഈ പള്ളിയിൽ നിന്ന് ആലോചിച്ചു നോക്കൂ, തിരിച്ചു വീട്ടിലെത്തിച്ചേരുമെന്ന് നമുക്ക് ആർക്കും ഒരു പ്രതീക്ഷ ഉള്ളവരല്ല. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. നാം ധരിച്ച വസ്ത്രങ്ങൾ നമുക്ക് തന്നെ അഴിച്ചു മാറ്റാമെന്നൊരു പ്രതീക്ഷയും നമുക്കില്ല. നമ്മൾ ധരിച്ച വസ്ത്രവും നമ്മുടെ ജീവിതവും എല്ലാം വളരെ നൈമിഷികമായ ജീവിതമാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ആ കിട്ടിയ ജീവിതത്തിൽ നമ്മുടെ ശരീരം അള്ളാഹുവിന്റെ താഅത്തിലായി ഉപയോഗപ്പെടുത്തി നമ്മുടെ വാക്കും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ഇടപാടും നമ്മുടെ ശൈലികളും നമ്മുടെ സ്വഭാവവും ഇതെല്ലാം മെച്ചപ്പെടുത്തി ഒരിക്കൽ തിരിച്ചു പോകേണ്ടവരാണല്ലോ റബ്ബേ എന്ന ചിന്തയോടെ നമ്മളെല്ലാവരും ജീവിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. ഇന്ന് രാവിലെ സുബഹിക്ക് ഒരു ഹദീസ് ഇവിടെ വായിച്ചിരുന്നു. സാധാരണ വെള്ളിയാഴ്ച സുബഹിക്ക് നമ്മൾ ഹദീസാണ് വായിക്കുക. അതുപോലെ ശനിയാഴ്ച ദിവസം ഫിഖ്ഹാണ് പറയാ, ഞായറാഴ്ച ദിവസം ഖുർആനിന്റെ തഫ്സീറാണ് പറയാ. കഴിയുന്നവരൊക്കെ പങ്കെടുക്കണം. പങ്കെടുക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ആ ഹദീസ് വായിച്ചത്, ഒരാൾക്ക് പരലോകത്തെക്കുറിച്ചുള്ള ബേജാറുണ്ടെങ്കിൽ അള്ളാഹു അവന്റെ സകല ബേജാറും ദുനിയാവിലുള്ള സകല ബേജാറിനും പരിഹാരം നൽകുമെന്നാണ്. പരലോകത്തെക്കുറിച്ച് ഒരാൾക്ക് ബേജാറുണ്ടെങ്കിൽ അള്ളാഹു ദുനിയാവിൽ അവന്റെ എല്ലാ ബേജാറുകൾക്കും എല്ലാ ടെൻഷനും പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. പരലോകത്തെക്കുറിച്ച് ഒരു ബേജാറും ഇല്ലേ, ദുനിയാവിൽ അവൻ ഏതു പ്രയാസത്തിൽപ്പെട്ടാലും അള്ളാഹു പരിഗണിക്കുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മുടെ കൽബിൽ എപ്പോഴും വേണം. മുഅ്മിനീങ്ങളായ നമ്മൾ മടങ്ങിപ്പോകേണ്ടവരാണെന്ന ചിന്തയോടെ ജീവിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും വേണം. അള്ളാഹു നമുക്കൊക്കെ നാം മരിക്കുന്ന സമയം ഈമാനോടെ ഇസ്തിഖാമത്തോടെ മഹാന്മാരായ റഹ്മത്തിന്റെ മലക്കുകളെ കണ്ടുകൊണ്ട് മരിക്കുവാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിൽ ഈ പ്രളയക്കെടുതിയിലൊക്കെ അകപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ആസാമിലെ മനുഷ്യർ അല്ലാഹു തആല അവരുടെയൊക്കെ പ്രയാസങ്ങൾ മാറ്റി നൽകുമാറാകട്ടെ. ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകുമ്പോൾ
പലയിടങ്ങളിലും താമസിക്കുന്ന ഗ്രാമങ്ങൾ മുഴുവൻ വെള്ളത്തിന്റെ അടിയിലായി പോകുന്ന ദയനീയമായ രംഗാണ്. ഓരോ കൊല്ലവും പലപ്പോഴും അസാമിലെ മീഡിയകൾ നമുക്ക് കൂടുതൽ വായിക്കാൻ കിട്ടാത്തത് കൊണ്ടാണ്. പലപ്പോഴും ഇതെല്ലാം വാരി ഓടുന്ന മനുഷ്യരാണ് അവിടെയുള്ളത്. അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ നാട്ടിൽ വയനാട് ദുരന്തത്തിൽ പെട്ടുപോയ ആളുകൾ, അള്ളാഹു അവരിൽ നിന്ന് മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരിൽ അതിൻ്റെ ദുരന്ത ബാധിതരായി പെട്ടുപോയവർക്ക് എല്ലാവിധ സലാമത്തുകളും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെ കൊണ്ട് കഴിയുന്നത് പോലെ സാഹചര്യങ്ങൾ വരുന്നതിനനുസരിച്ച് നമുക്ക് അസാമിലെ ജനങ്ങളെ സഹായിക്കേണ്ടതുണ്ട്. അവിടെ പള്ളികൾ തകർന്നു പോയതുണ്ട്. പാവപ്പെട്ട ആളുകൾ വസ്ത്രമില്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇൻഷാ അള്ളാഹ് വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റുകളൊക്കെ നോക്കിയിട്ട് നമ്മുടെ നാട്ടിലെ അതിഥി തൊഴിലാളികളെയൊക്കെ കൂട്ടിയിട്ട് അവരുടെ നാട്ടിലേക്കൊരു സഹായം വസ്ത്രമായോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഭവങ്ങളായോ നമ്മെ കൊണ്ട് കഴിയുന്നത് പോലെ എത്തിച്ചു കൊടുക്കണം. അതിനുവേണ്ടി യുവാക്കളൊക്കെ ഒന്ന് പ്രയത്നിക്കണം. അതിനൊരു കളക്ഷൻ പോയിന്റുകൾ നമുക്ക് ഉണ്ടാക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് എല്ലാ കാലക്കെടുതികളെ തൊട്ടും അള്ളാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ